ISL ടൂർണമെന്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരത്തിൽ 2-1 കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോളുകൾ സ്വന്തമാക്കി സമനിലയിലെത്തിയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ വിക്ടർ ബെറ്റോമി 12-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ നേടിയത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, അങ്ങനെ നമ്മൾ അതും സാധ്യമാക്കി. എത്രത്തോളം വലിയ ആവേശമായിരുന്നു? വലിയ ആവേശം നൽകുന്ന, വലിയ ആത്മവിശ്വാസം നൽകുന്ന, അഭിമാനം നൽകുന്ന ഒരു നേട്ടം തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൈവരിച്ചിരിക്കുന്നത്. തകർപ്പൻ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യ 12-ാം മിനിറ്റിൽ ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സിന്റെ വിക്ടർ ബെർട്ടോമി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നൽകിയിരുന്നു. 12-ാം മിനിറ്റിൽ തന്നെ നേടിയ ആ ഗോള് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകി. മുന്നോട്ടുള്ള എല്ലാ ഓരോ മിനിറ്റിലും അത് പ്രകടമായിരുന്നു. പക്ഷേ ഒഡീഷ താരം തിരിച്ചടിച്ചതോടെ വീണ്ടും സമ്മർദ്ദത്തിലാണ് പിന്നീട് ഉണ്ടായിരുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഗോളുകൾ നേടി വിജയിച്ചാൽ മാത്രമേ പോയിന്റ് ടേബിളിൽ കൂടുതൽ മുന്നേറാൻ സാധിക്കൂ. പുതിയ മാനേജ്മെന്റിന്റെ, പുതിയ പരിശീലകനടക്കമുള്ള പുതിയ ടീമിന്റെ വലിയൊരു ലക്ഷ്യം അതായിരുന്നു. എങ്ങനെയെങ്കിലും ടീമിന്റെ നാണക്കേടിൽ നിന്ന് ഉയർത്തുക എന്നുള്ളത്. അത് ഒടുവിൽ വിജയിച്ചിരിക്കുന്നു. അതും ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു നാടകാന്ത്യം എന്ന് തന്നെ വേണം പറയാൻ. അധിക സമയം 90 മിനിറ്റിന്റെ കളിയുടെ 90 മിനിറ്റ് പൂർത്തിയായി. അധിക സമയമായി സമയത്തിന്റെ 4-ാം മിനിറ്റിൽ, അതായത് 94-ാം മിനിറ്റിലാണ് വിജയ ഗോൾ നേടിയത്. മാർട്ടിസ് ഹെർണാണ്ടസിലൂടെ വിജയ ഗോൾ നേടുകയായിരുന്നു. അതിനകം തന്നെ കളിയിൽ 2 മഞ്ഞക്കാർഡുകൾ കേരള താരങ്ങൾക്ക്, ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഏറ്റവും മികച്ച കളിക്കാരനെന്ന് ഇതിനോടകം തന്നെ പേരെടുത്തിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കെവിൻ യോക്ക് മഞ്ഞക്കാർഡ് നേടുകയും ചെയ്തു. അത് അടുത്ത കളിയിലടക്കം വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുമെന്നുള്ള വിമർശനം ഇതിനോടകം തന്നെയുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ നേട്ടമുണ്ടായിരിക്കുന്നു. 11-ാം സ്ഥാനത്തായിരുന്നു ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് കേരളം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വിജയത്തോടെ 3 പോയിന്റുകൾ കൂടി കേരളത്തിന് ലഭിച്ചു. ഇതോടെ 8-ാം സ്ഥാനത്തേക്ക് കേരളം കുതിച്ചു ചാടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. വലിയ ആവേശമുണ്ടാക്കിയിരിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിഥുൻ അയ്യപ്പനാണ് ആവേശക്കാഴ്ചയുടെ വിവരങ്ങൾ തത്സമയം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അങ്ങനെ ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു. നമ്മുടെ ആവേശവും വലിയ രീതിയിൽ തന്നെ ഉയർന്നിരിക്കുകയാണ്.